മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുണിക്കാനാണ്, മൾട്ടിപ്ലൈ ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിക്കുവാണ് 4 × 3 എത്രയാണെന്ന് ചോദിക്കുവാണ്. 4 × 3 നിങ്ങൾക്കറിയാം അതിൻ്റെ ആൻസർ എത്രയാണ്? 12 എന്ന് നിങ്ങൾക്കറിയാം. 12 എന്ന് 12 എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് സംശയം വരുന്നത്, കുറച്ച് പേർക്കാണെങ്കിലും ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നത് ഇതിലൊക്കെ ആയിരിക്കും. നോക്കിയേ, -4 × 3 എത്രയാണെന്നായിരിക്കും ചിലപ്പോൾ സംശയം. അല്ലെങ്കിൽ 4 × -3 എത്രയാണെന്നായിരിക്കും സംശയം. അല്ലെങ്കിൽ -4 × -3 എന്നുള്ളതിലായിരിക്കും സംശയം, അല്ലേ? ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയമുള്ളത് ഈ മൈനസുകൾ എങ്ങനെ വന്നാൽ, അല്ലെങ്കിൽ മൈനസൊക്കെ കയറി വന്നാൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും എന്നുള്ളതിലായിരിക്കും ഒരു ചെറിയ സംശയം വരുന്നത്. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 2 കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളണം, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എടാ, നമ്മളൊരു മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുവാണെന്ന് വിചാരിച്ചോ. ഒരു മൈനസും കൂടി ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് പ്ലസ് ആണ്. എന്താണ്? മൈനസും കൂടി ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് എന്താണ്? പ്ലസ് ആണ്. സിമ്പിൾ. അതുപോലെ ഒരു പ്ലസ്സും കൂടി നമ്മൾ ഗുണിക്കുവാണെന്ന് വിചാരിച്ചോ. ഒരു പ്ലസ്സും കൂടി ഗുണിച്ചാലും നമുക്ക് ഉത്തരം കിട്ടുന്നത് എന്താണ്? പ്ലസ് ആണ്. ഈ 2 കാര്യങ്ങളൊന്നും ഓർത്തിരുന്നോളണം. എന്താണ്? മൈനസും കൂടി ഗുണിച്ചാൽ ഉത്തരം കിട്ടുന്നത് പ്ലസ് ആണ്. അതുപോലെ പ്ലസ്സും കൂടി ഗുണിച്ചാലും ആൻസർ പ്ലസ് ആണ്. കേട്ടല്ലോ? മൈനസ് × മൈനസ് പ്ലസ്, പ്ലസ് × പ്ലസ് പ്ലസ്. അതുപോലെ ഇനി ഓരോന്നും, ഇതിപ്പോൾ 2 സെയിം അല്ലേ വന്നത്, ഇനി ഓരോന്നും ഡിഫറൻറ്റ് വന്നാലാ, ഒരു മൈനസും ഒരു പ്ലസ്സും വന്നു. മൈനസ് × പ്ലസ്, ആൻസർ എന്താണ്? മൈനസ് ആണ്. മറന്നു പോരുത്. ഇത് തിരിച്ചു വന്നാലും കേട്ടോ, പ്ലസ് × മൈനസ് വന്നാലോ, ആൻസർ എന്താണ്? മൈനസ്. കേട്ടല്ലോ? ഈ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ ഈ ഭാഗം ഓക്കെ ആയി. എന്താണ്? മൈനസ് × മൈനസ് ആണെങ്കിൽ പ്ലസ്, പ്ലസ് × പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസും പ്ലസ്സും അല്ലെങ്കിൽ പ്ലസ്സും മൈനസും വന്നാൽ ഉത്തരം മൈനസ്. സിമ്പിൾ അല്ലടാ? മൈനസ് × മൈനസ് പ്ലസ്, പ്ലസ് × പ്ലസ് പ്ലസ്, മൈനസ് × പ്ലസ് അല്ലെങ്കിൽ പ്ലസ് × മൈനസ് മൈനസ്. ഇത് പഠിക്കണം നിർബന്ധമായിട്ട്. ഇനി ചെയ്യുന്ന കാര്യം ഭയങ്കര സിമ്പിളാണ്. ഇവിടെ നോക്കൂ, നമുക്കിപ്പോൾ 5 × 3 15 നമുക്കറിയാം. ഇപ്പം നിങ്ങളോട് ചോദിക്കുവാണ് -5 × 3 എത്രയാണെന്ന് നിങ്ങളോട് ചോദിക്കുവാണ്. അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈനസൊക്കെ നിങ്ങൾ അങ്ങോട്ട് വിട്ടുകളാ. ഇവിടെ നമ്പർ ഏതൊക്കെയാണ്? ഒരു 5ഉം ഒരു 3ഉം കാണുന്നുണ്ടല്ലേ. അപ്പോൾ 5 × 3 15 അങ്ങോട്ട് എഴുതിക്കൊള്ളണം. 5 × 3 15 അങ്ങോട്ട് എഴുതിക്കൊള്ളണം. അത് എന്തായാലും എഴുതണം. ഇനിയാണ് നമ്മൾ ചിഹ്നം നോക്കേണ്ടത്. ഇവിടെ ഈ 5 എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെ ചിഹ്നം എന്താണ്? 5ൻ്റെ പുറകിൽ നോക്കിയാൽ മതി. 5ൻ്റെ പുറകിൽ കിടക്കുന്ന മൈനസ് അല്ലേ, അപ്പോൾ 5ൻ്റെ ചിഹ്നം മൈനസ് ആണ്. കേട്ടല്ലോ? ഇനി 3 എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെ ചിഹ്നം എന്താണെന്ന് നോക്കണം. ഈ 3ൻ്റെ പുറകിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിഹ്നം മൾട്ടിപ്ലിക്കേഷൻ ആണോ അല്ലെങ്കിൽ ഗുണനമാണോ? അല്ല. ഒരു നമ്പറിന് ഒന്നെങ്കിൽ പ്ലസ് സൈൻ അല്ലെങ്കിൽ മൈനസ് സൈൻ ആണ് ഉണ്ടാകുന്നത്. അതിൻ്റെ തൊട്ട് പുറകിൽ നോക്കുക. പുറകിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ പ്ലസ് ഉണ്ടെന്നാണ്. മൈനസ് ഉണ്ടെങ്കിൽ അവർ എഴുതും. കേട്ടല്ലോ? അപ്പോൾ 3ൻ്റെ ചിഹ്നം എന്താണ്? പ്ലസ്. അപ്പോൾ നോക്കിയേ, ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസ്സും. അപ്പോൾ മൈനസ് × പ്ലസ്, ആൻസർ എന്താണ്? മൈനസ് × പ്ലസ് വന്നാൽ ആൻസർ എന്താണ്? മൈനസ്. ഇത്ര ഉള്ളടാ. ദേ വേറെ ഒന്നും നോക്കിയേ, -6 × -3. ഇതിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് എഴുതാം. നമ്മൾ പറഞ്ഞു എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എടാ, ഈ 6ഉം 3ഉം കൂടി ഗുണിക്കുക, മൈനസൊക്കെ വിട്ടുകളാ. 6 × 3 ചെയ്യുക, അപ്പോൾ 18 എന്ന് കിട്ടും. ഇനി സൈൻ നോക്കുക. 6ൻ്റെ ചിഹ്നം എന്താടാ? മൈനസ്. 3ൻ്റെ ചിഹ്നം എന്താടാ? മൈനസ്. മൈനസും കൂടി ഗുണിക്കണം അല്ലേ. മൈനസും കൂടി ഗുണിച്ചാൽ എന്താണ്? പ്ലസ് 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 അല്ലേ. അടുത്ത് നോക്കാം. ദേ നോക്ക്, -7 × 2 ഓക്കെ അല്ലേ. -7 × 2 നോക്ക്, മൈനസൊക്കെ വിട്ടുകളാ. 7ഉം 2ഉം കൂടി ഗുണിച്ച് നമ്മൾ 14 അങ്ങോട്ട് എഴുതി. ഓക്കെ അല്ലേ. ഇനി 7ൻ്റെ ചിഹ്നം എന്താടാ? മൈനസ്. 2ൻ്റെ ചിഹ്നം പുറകിലൊന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പ്ലസ് ഉണ്ട്. അപ്പോൾ മൈനസ് × പ്ലസ് ആണ് വേണ്ടത്. ആൻസർ -14. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ. ദേ നോക്ക്, അടുത്ത ഞാനൊരെണ്ണം പറയുവാണ്. 3 × -6 എത്ര വരും? വേഗം പറ. നോക്ക്, 3ഉം 6ഉം കൂടി ഗുണിച്ച് ഞാൻ 18 അങ്ങോട്ട് എഴുതി. ഇനി ചിഹ്നം നോക്കിയാൽ മതി, ഇനി സൈൻ നോക്കിയാൽ മതി. 3ൻ്റെ ചിഹ്നം എന്താടാ? പ്ലസ്. പുറകിലൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് പ്ലസ്. 6ൻ്റെ ചിഹ്നം എന്താടാ? മൈനസ്. അപ്പോൾ പ്ലസ്സും മൈനസും കൂടി ഗുണിക്കണം. പ്ലസ്സും മൈനസും കൂടി ഗുണിച്ചാൽ മൈനസ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുവാണ്, ഇത് പഠിക്കണമെങ്കിൽ ഒറ്റക്കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. മൈനസും കൂടി ഗുണിച്ചാൽ ആൻസർ പ്ലസ് ആണ്.
പ്ലസ്സും കൂടി ഗുണിച്ചാൽ ആൻസർ പ്ലസ് ആണ്. ഇതാണ് ഫസ്റ്റ് സെഷൻ, ഒന്നാമത്തെ അധ്യായം. രണ്ടാമത്തത് ഒരു മൈനസും ഒരു പ്ലസ്സും കൂടി ഗുണിച്ചാലും ഒരു പ്ലസ്സും ഒരു മൈനസും കൂടി ഗുണിച്ചാലും ആൻസർ എന്താണ്? മൈനസ്. ഇത് രണ്ടാമത്തെ അധ്യായം. ഇത്ര ഉള്ള. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയേ. നോക്ക്, 6 ഇൻറ്റു -6 ഇൻറ്റു 3, 6 ഇൻറ്റു 3 ഞാൻ എഴുതി 18. ഇവിടെ മൈനസ്, ഇത് പ്ലസ്, മൈനസ് ഇൻറ്റു പ്ലസ് എന്ത് വരും? മൈനസ്. 8 ഇൻറ്റു 3 ഞാൻ എഴുതി 24. ഇത് മൈനസ്, ഇത് മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ്. അപ്പോൾ 5 ഇൻറ്റു 4 ഞാൻ 20 എഴുതി. ഇവിടെ 5 പ്ലസ്, ഇത് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ്. സിമ്പിൾ. അടുത്തത് 9ഉം 4ഉം, 9 ഇൻറ്റു 4 എത്രയാണ്? 36. ഇത് മൈനസ്, ഇത് മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ്. 5 ഇൻറ്റു 5 വേണം. 5 ഇൻറ്റു 5 എത്രയാണ്? 25. ഇത് മൈനസ്, ഇത് പ്ലസ്, മൈനസ് ഇൻറ്റു പ്ലസ് എത്രയാണ്? മൈനസ്. 7 ഇൻറ്റു 3 എത്രയാടാ? 21. ഇത് മൈനസ്, ഇത് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ്, അപ്പോൾ എന്ത് വന്നു? മൈനസ്. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ പഠിക്കേണ്ട കാര്യം എന്താണ്? ഇത് 4 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, മൈനസ് ഇൻറ്റു പ്ലസ് അല്ലെങ്കിൽ പ്ലസ് ഇൻറ്റു മൈനസിൻ്റെ ആൻസർ മൈനസ് ആണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി 2 ചോദ്യങ്ങൾ നോക്കിയേ. 6 ഇൻറ്റു -8 ഇതിൻ്റെ ആൻസർ എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. 6 ഇൻറ്റു -8 ആൻസർ എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. അടുത്തത് -4 ഇൻറ്റു -4 ഇതിൻ്റെ ആൻസറും എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ അല്ലേ? പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കാൻ അറിഞ്ഞിരിക്കണം. ഗുണിക്കാൻ അറിയണമെങ്കിൽ മറ്റേ പട്ടിക, ടേബിൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതറിയാൻ പാടില്ലാത്തവർ ഇപ്പം തന്നെ ഇരുന്ന് പഠിച്ചോളൂ. ഓക്കെ അല്ലേ? സിമ്പിൾ, ഭയങ്കര എളുപ്പം.